കാറിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഇതേ കൃത്യമായിട്ട് കണ്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാം. ഫോൺസിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന Diamond 2K ആൻഡ്രോയിഡ് സിസ്റ്റം ഒരു സൈഡിൽ നമുക്കിതേ ഇതുപോലെ നമുക്ക് ബേർഡ് വ്യൂ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിന്ന് 2 ഫ്രോൺസാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത്. അതും 360 ഡിഗ്രി ക്യാമറ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. Diamond 2K 11.8 ഇഞ്ച് സ്ക്രീനാണ് നമ്മൾ ഈ 2 ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഡെൽറ്റ പ്ലസ് വാഹനമാണ്, ഒന്ന് നമുക്ക് വന്നിരിക്കുന്നത് ബേസ് മോഡൽ സിഗ്മ വേരിയൻ്റ് വാഹനമാണ്. 2 വാഹനത്തിലേക്ക് നമ്മൾ 360 ഡിഗ്രി 11.8 ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം 360 ക്യാമറയും നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. 11.8 ഇഞ്ച് സ്ക്രീനാണ് നമ്മൾ ഈ ഒരു ഡെൽറ്റ പ്ലസ് ഫ്രോൺസിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബേസ് വേരിയൻറ്റിലും നമ്മൾ ചെയ്തേക്കുന്നത് അതേ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴികൾ ഫ്രണ്ട് ക്യാമറ കൃത്യമായിട്ട് കിട്ടും. 11.8 ഇഞ്ച് സ്ക്രീനാണ് കേട്ടോ. ഇന്ന് നമ്മൾ 2 ഫ്രോൺസിലേക്ക് സെയിം സിസ്റ്റം തന്നെ ചെയ്തേക്കുന്നത്. ഒരെണ്ണം ആലുവയിൽ നിന്നും ഒരെണ്ണം പത്തനംതിട്ടയിൽ നിന്നും വന്നിരിക്കുന്ന വാഹനമാണ്. എല്ലാത്തിനും ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഓപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ഓപ്ഷൻ, ഫ്രണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ വലത്തോട്ടൊക്കെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് വലത്ത് സൈഡ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇടത്തെ സൈഡ് നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് ഒരു Diamond 2K ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കാണാം. വലിയൊരു സ്ക്രീൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ആ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന സ്ക്രീനും സെയിം സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇതിലേക്കും ചെയ്തിരിക്കുന്നത്. 2ഉം സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 2 വർഷത്തോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ക്യാമറകളും കാര്യങ്ങളെല്ലാം ഫിറ്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളോട് വന്നിരിക്കുന്നത് കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.